ഞങ്ങൾ ഈ സിനിമ കാണില്ല, ഞങ്ങൾ കൊന്നുവിട്ടാലും കാണില്ല ഈ സിനിമ. അതായത് മോഹൻലാലിന്റെ മകളുടെ സിനിമ നമ്മൾ കാണില്ല, വേറെ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അവര് പിന്തുണച്ച ആ സമരം ഉണ്ടല്ലോ, അതായത് പാറ്റ സമരത്തെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം വിസ്മയ മോഹൻലാലിന്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ രംഗത്ത് വന്നിരുന്നു. അവറ്റകളിലൊക്കെ അണ്ണാക്കിൽ അടിച്ചുകൊണ്ടാണ് ഇന്ന് തിയേറ്ററിലേക്ക് ജനപ്രവാഹം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അതായത് ഒരു ഏതോ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സമരം നടത്തുമ്പോൾ അതിന് ഒരു അഭിപ്രായം പറഞ്ഞു, അത് മോഹൻലാലിന്റെ മകളായതുകൊണ്ട് ആ സിനിമ ഞങ്ങൾ പൊട്ടിക്കും എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാണ്? ഏതായാലും അവറ്റകളുടെ അണ്ണാക്കിൽ അടിച്ചുകൊണ്ടാണ് ഇന്ന് ജനപ്രളയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇത്രയും പ്രളയകാലത്തും ജനങ്ങൾ മുഴുവൻ തിയേറ്ററിൽ എത്തണമെങ്കിൽ അത് താര രാജാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എത്ര 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 വർഷമായിട്ട് നമ്മൾ ആ ഒരു രാജാവിനെ കാണുന്നതാണ്. ആ ഒരു അങ്ങേരുടെ രക്തമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ പടത്തിന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജനങ്ങൾ മുഴുവൻ തിയേറ്ററിലേക്ക് ഒഴുകിയത്. അത് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതായത് ഇത് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കയ്യിൽ കൊടുക്കണം, ഇത് നമുക്ക് എമ്പൂരാന്റെ ബാക്കിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന കുറെ എണ്ണത്തിന് ശരിക്കും അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഉള്ള കാര്യം ഇവറ്റകൾക്കൊക്കെ നാണമില്ലായിരുന്നു. അതായത് സിനിമ കാണുന്നവർ കണ്ടോട്ടില്ല, എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ കാണത്തില്ല, ഞാൻ ഇതാക്കത്തില്ല, എന്നിട്ട് ഇതൊന്നും നടക്കാത്തതിന് അവരെന്ത് ചെയ്യുന്ന അറിയാം. എന്നാ പിന്നെ ഒരു കാര്യം, സൈബർ ആക്രമണം നടത്താം, ആ കുട്ടിയുടെ ശരീരത്തെ വെച്ചിട്ട് ബിന്ദു പണിക്കറാണ് അല്ലെങ്കിൽ വേറെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങ് അപരാധിക്കാം എന്നാണ് ഇപ്പോഴും ഇവറ്റകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ആ കുട്ടിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികപരമായിട്ട് ആക്രമിക്കും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബിന്ദു പണിക്കരുടെ റോള്, ബിന്ദു പണിക്കറാണെങ്കിലും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവറ്റകൾക്ക് പിരാന്താന്ന് എനിക്ക് തോന്നുന്നതാണ്. തലക്ക് സുഖമില്ലാത്ത കുറെ ടീമുകള് സിനിമ കാണത്തില്ല, പാറ്റ സമരം, പാറ്റകളോട് പോയിട്ട് കാണാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എന്നിട്ട് തിയേറ്ററിൽ എന്താണ് നടന്നത്? തിയേറ്റർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസാഗരമായപ്പോൾ ഇവറ്റകൾക്ക് കുരുപൊട്ടിയായിരുന്നു. അതായത് ഇവർ പ്രതീക്ഷിക്കാത്ത ജനങ്ങളാണ് നിന്ന് തിയേറ്റർ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലായതുപോലെയാണ്. ഇത്രയും മഴ, ഈ മഴക്കാലത്തും ഇങ്ങനെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അതായത് പാറ്റ സമരത്തെ പിന്തുണച്ചു, അതുകൊണ്ട് തന്നെ വിസ്മയയുടെ സിനിമ ഞങ്ങളെ കാണത്തില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം നടക്കുമ്പോൾ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ഇത് വിജയിപ്പിച്ചു കൊടുത്ത് ബാക്കി കാര്യം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങ് തീരുമാനിച്ചപ്പോഴേ സിനിമ വേറെ ലെവലായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലിയല്ല. ഏതായാലും ഇത് പല ആൾക്കാരുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയോട് കൂടിയിട്ട് മോഹൻലാലിന്റെ അടപ്പ് തള്ളിക്കാട, അയാളുടെ അഹങ്കാരം, അയാൾ വന്നിട്ട് മകൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ മേജർ പറഞ്ഞിട്ട് വരെ എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു ബലിയില്ല എന്നുള്ള തരത്തിലൊക്കെ ഇവറ്റകളെ ഈ ഒരു സംഭവത്തെ, അതായത് ഈ ഒരു സിനിമയെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ പലതും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ഈ സിനിമ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പ്രതിഷേധത്തിന്റെ പോലെയാണ്. അതായത് ഈ സിനിമയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ശരി ഈ പടം ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് ജനങ്ങൾ തീരുമാനിച്ചതുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണകുമാറിന്റെ മകള് പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപിന്റെ ഇളയ മകൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ പോരെ. അതല്ല, ഇത് മോഹൻലാലിന്റെ മകളാവുമ്പോ നമ്മുടെ മേജറേട്ടൻ വരും. മേജറേട്ടൻ വന്നിട്ട് എന്താ പറഞ്ഞത്? അതിന് രാഷ്ട്രീയമൊന്നും അറിയത്തില്ല നീ, അത് ചുമ്മാ പറഞ്ഞതാ, അത് ഏതോ പട്ടിയുടെയും പൂച്ചയുടെയും പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയാ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായ എന്ന് പറയുന്ന 32 വയസ്സുള്ള മോഹൻലാലിന്റെ മകളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ മേജർ അണ്ണൻ എന്ന് പറയുന്നയാൾ വന്ന് സംസാരിച്ചത്. അതോടുകൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ കത്തിപ്പടർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ശരിക്കും മേജർ രവിയോട് തന്നെ എന്റെ കുടുംബത്തിന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം എന്നുള്ള തരത്തിലേ ഇൻഡയറക്റ്റ് ആയിട്ട് മറുപടി വരെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേജർ എന്ന് പറയുന്നവനെ തേച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ വന്നിട്ട് ഇയാളൊക്കെ വന്നിട്ട് അവരുടെ എന്തോ ഒരു കുടുംബത്തിന്റെ എന്തോ ഒരു വലിയ നാഥനാണ് ഞാൻ, അല്ലെങ്കിൽ ഞാനാണ് അവിടെയൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നത്, മറ്റേവരൊക്കെ സിനിമയുടെ പുറകെ പോകുമ്പോൾ ഞാനാണ് ഇങ്ങനെയുള്ള വാക്താവ് ആകാറ് എന്നുള്ള തരത്തിൽ നിങ്ങൾക്കറിയാലോ. അതായത് ഇങ്ങനെ എത്രമാത്രം ട്രോള് നമ്മുടെ ലാലേട്ടന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു സിനിമ ഒരു പ്രാവശ്യം കാറ്റ ഹിറ്റായിന് വേറെ ഏതെങ്കിലും ഒരു സിനിമയും മനുഷ്യന്റെ ഹിറ്റായിട്ടുണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും ഇയാൾ സംവിധായകൻ എന്നല്ലേ അറിയപ്പെടുന്നത്. അതായത് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായിട്ടുണ്ടോ?
അങ്ങനെ ഒരു സിനിമ പോലും നിർമ്മിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക സംവിധായിക്കാൻ പോലും കഴിവില്ലാത്ത ഒരുത്തം വന്നിട്ടാണ് പറയുന്നത് മായക്ക് രാഷ്ട്രീയം അറിയില്ല, മായക്ക് രാഷ്ട്രീയം അറിയാമെന്ന് മായയുടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ആ പാറ്റ സമരം നടത്തുമ്പോൾ അതിനെതിരെ പല ആൾക്കാരും പറയുന്ന ഒരു അഭിപ്രായം, ആ കുട്ടിക്ക് തോന്നിയ അഭിപ്രായം അതങ്ങ് പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇയാളെ പോലെയുള്ള ആൾക്കാർ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ ഇവരുടെ കുറേ ആൾക്കാർ സിനിമയങ്ങ് കാണില്ല, സിനിമയങ്ങ് ബഹിഷ്കരിക്കും, സിനിമയങ്ങ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായടോ? ഇപ്പം എന്തായി? നമ്മുടെ എന്നാ പറയേണ്ടത്, ഈ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ എന്ന് പറഞ്ഞാൽ ജനപ്രളയമാണ്. അതുമാത്രവുമല്ല, ഇനി എവിടെയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പ്രളയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പുതിയ പിള്ളേരാണെന്ന് തോന്നിക്കാത്ത തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകനും അതുപോലെ ലാലേട്ടന്റെ മകളും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു താരകുടുംബത്തിലെ സിനിമ എന്നുള്ളതിലുപരി ഒരു നല്ല സിനിമ കണ്ട് നമുക്ക് നല്ല സുഖത്തോടു കൂടി നല്ല ഇതിലോടുകൂടി നമുക്ക് ഇറങ്ങി വരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു തരത്തിലുള്ള മോശവും ആ സിനിമയിലില്ല. പിന്നെ ഇവിടെ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപൊട്ടി ഒലിക്കുന്നത് ആ സിനിമ എങ്ങനെയെങ്കിലും പൊട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുറെ ടീമുണ്ടായിരുന്നു. അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിളി പോയിരിക്കുകയാണ്. കാരണം അവർ വിചാരിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല. അതായത് 2 ദിവസം മുമ്പ് വരെ ഈ പിന്നെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നതാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനും അതുപോലെ തന്നെ മോഹൻലാലിന്റെ മകളും അല്ലെ അഭിനയിക്കുന്നത്, ഇതെന്തൊരു സിനിമയായിരിക്കും, ഇത് കൂറ സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ ഒരുപാട് പേര് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇന്ന് അവറ്റകളെല്ലാം മുങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവറ്റകളുടെ കിളി പോയിരിക്കുകയാണ്. ഇവരൊക്കെ കിളി പോയ അവസ്ഥയിലാണ് ഇന്നുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഒട്ടി തേഞ്ഞു പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഈ നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ്. നമ്മളിനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയേണ്ടത്, സിനിമയെ നമ്മളെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ സിനിമയെ നമ്മൾ വീണ്ടെടുത്തു എന്നേ എനിക്ക് പറയാനുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തിന്റെ ഇതും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അത്രത്തോളം ഇവരെല്ലാവരും സിനിമയെ ചവിട്ടിത്തേക്കാൻ വേണ്ടിയിട്ട് കുറേ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ഞാൻ സിനിമ കാണാത്ത ആളാണ്, പക്ഷെ ഈ സിനിമ ഞാൻ പോയി കാണുമെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാം. അത് ഈ ഒരു സിനിമ ഇങ്ങനെയൊരു എന്തോ ഒരു കാര്യം, ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരാളുടെ സിനിമ പോലും അങ്ങനെ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് പോയിട്ട് എല്ലാവരും സിനിമ കണ്ടതാണ്. അല്ലാതെ ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയോടെ, നിങ്ങളൊന്നും പറയാറുണ്ട് സിനിമയാണ്, സിനിമ അതിൻ്റെ ഇതുപോലെ കണ്ടോട്ടെ, അല്ലെങ്കിൽ സിനിമ അതിൻ്റെ ഇതുപോലെ അങ്ങ് നീങ്ങിക്കോട്ടെ എന്ന് വെക്കുന്നതിന് പകരം ആ സിനിമയ്ക്ക് കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കി കൊടുത്തു എന്നേ ഞാൻ പറയുള്ളൂ. അതിനൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇത്രയും വിജയിക്കാനുള്ള കാരണം ആ കുറെ ആൾക്കാരുടെ ആ വെറുപ്പ് ഇത് തന്നെയാണ്. അതായത് കുറെ ആൾക്കാർ ഇത് കാണൂല, അല്ലെങ്കിൽ ഈ സിനിമയെ കാണാൻ പാടില്ല, ഈ സിനിമയെ നമുക്ക് കാണരുത് എന്നുള്ള തരത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്കുള്ള ഒരു അടി തന്നെയാണിത്. നന്ദി, നമസ്കാരം, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.